രാവിലെ നേരത്തെ എണീറ്റാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് വെട്ടമൊക്കെ വീണതിന് ശേഷമാണ് വെളിയിലോട്ടൊക്കെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഈ വെളിയിലോട്ട് നോക്കാന്നുള്ളത് ഒരു പ്രത്യേക ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ രാവിലെ വെളിയിലോട്ടൊക്കെ നോക്കി ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്, മഴയൊക്കെ ഒന്ന് കണ്ട് ചെറിയൊരു ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്നാന്നറിയത്തില്ല, ചെറിയൊരു ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അച്ചു ഇന്ന് ചോറാണ് കൊണ്ടുവന്നത്. കണ്ണന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ പാലപ്പവും ഫിഷ് മോളിയും കൂടെ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ പിന്നെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം, വലിയ താമസമൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫിഷൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അതങ്ങ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. എന്നീ ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നത്. ഇവിടെ അങ്ങനെ അപൂർവങ്ങളിൽ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങ് എപ്പോഴും അങ്ങനെ ഉണ്ടാക്കത്തില്ല. ഇടയ്ക്കെങ്ങാനും ഇങ്ങനെ തോന്നിയിരിക്കുമ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറി അങ്ങ് വെക്കും. അങ്ങനെ ഫിഷ് മോളി റെഡിയാക്കാനായിട്ട് തുടങ്ങുവാണ്. അതിൻ്റെ മസാലയും കാര്യങ്ങളും ഒക്കെ ചേർത്ത് ഫിഷൊക്കെ ഒന്ന് ഒരു ഹാഫ് ഫ്രൈ ചെയ്ത് മാറ്റിയൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ഓയിലിനകത്ത് ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ വേണ്ടി ടേസ്റ്റ്. അപ്പോൾ ഈ മസാലയൊക്കെ അങ്ങോട്ടൊന്ന് മൂത്തങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഏലക്കയുടെ ഒക്കെ ഒരു പ്രത്യേക മണം കേട്ടോ. നമുക്ക് ആ മണം വരുമ്പോൾ തന്നെ കൊതിയാകും കഴിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് രണ്ടാം പാലും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതിനകത്തൊരു മീനും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ മേളിലോട്ട് തക്കാളി കേൾക്കുന്ന റൗണ്ടിൽ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോളിയുടെ ഒരു മുക്കാലല്ല ഏകദേശമൊക്കെ തീരാറായി പരിപാടി. പെട്ടെന്ന് നമുക്ക് കഴിയുമ്പോൾ ഒത്തിരി താമസമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. ഇതൊന്ന് ഫ്രൈ ആക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അങ്ങനെ ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി. അപ്പോൾ ഇതിനകത്ത് ഇല്ലാതെ വന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ കറിവേപ്പില ഉള്ളായിരുന്നു കേട്ടോ. കറിവേപ്പില പറമ്പിൽ നിൽപ്പുണ്ട്, പറിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും വയ്യ. പിന്നെ ഞാനോടത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ കറിയും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ തക്കാളിപ്പഴമൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അത് അടുപ്പയിൽ ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വെന്ത് ആ ഒരു രണ്ടാം പാലൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ കറി സെറ്റായി കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്, ഒത്തിരി താമസമൊന്നും വരത്തില്ല. ഞാൻ രാവിലെ എണീറ്റപ്പം കിഴങ്ങറിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നും ഇതൊക്കെ തന്നെയല്ലേ, എന്നാൽ ഇന്നൊരു മാറ്റം അയക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കറിയുടെ ഒരു കളർ കേട്ടോ. ഇങ്ങനെ അടുത്ത് പിടിക്കുമ്പോഴത്തേക്ക് വേറെ കളറായിട്ട് തോന്നും. നമ്മൾ അകത്ത് പിടിക്കുന്നത് കറക്റ്റ് ഇച്ചിരി ഫോണൊന്ന് മാറ്റി പിടിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കളറാണ് ഈ കറിക്കുള്ളത്. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി. ഇവിടെ പിന്നെ ഫിഷ് മോളിയല്ല മട്ടൻ കറിയല്ല എന്നാ വെച്ചെന്ന് പറഞ്ഞാൽ രാവിലെ അവന് അപ്പം ആണെങ്കിൽ ഇച്ചിരി പാലും പഞ്ചസാരയാണ് അതിൻ്റെ കൂടെ ഇഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനെ തന്നാൽ മതിയേ എന്ന് പറയും. അപ്പം പിന്നെ അവന് രാവിലെ അപ്പവും പാലും പഞ്ചസാര ഇവിടെ കഴിക്കാൻ കൊടുത്തു, സ്കൂളിൽ കറിയും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞു. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനമായി. ഒരു ദിവസത്തെ മുക്കാപ്പണി നമ്മുടെ തീർന്നെന്ന് നമുക്ക് പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടെ ഇനി ഞങ്ങൾ കഴിക്കാനും കൂടെ തുടങ്ങണം. അപ്പോൾ കഴിപ്പെല്ലാം കഴിഞ്ഞ് വെള്ളിട്ട് നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു വെയിൽ പോലൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ വരുന്ന മഴയും രാവിലെ വരുന്ന വിരുന്നുകാരും പോകുമെന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത്. പോകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റില്ല.